ആ എന്താ കൊച്ചന്തോണി ചേട്ടാ? ചെറിയാൻ കുഞ്ഞെ, എന്റെ മോൾക്ക് എന്ത് പറ്റി? പുലിമുറ്റത്ത് ജോലിക്ക് വന്നിരുന്നതാ, കാണാനില്ല 3-4 ദിവസമായിട്ട്. പ്രായം ചെന്ന പെൺകുട്ടികളെ വീട്ടു ജോലിക്ക് അയക്കാൻ പറ്റിയ സ്ഥലം പുലിമുറ്റത്ത്. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? പുലിമുറ്റത്തുനിന്ന് വീട്ടിലേക്കെന്നും പറഞ്ഞു പോന്നു അലക്സി കുഞ്ഞ് പറയുന്നേ. എന്റെ മോള് നിങ്ങൾ ഇന്ന് ഇവിടെ പൊട്ടി മുളച്ചു വന്നല്ലോ. സണ്ണി മലക്സി ഉള്ള വീട്ടിലേക്ക് കൊച്ചിനെ പറഞ്ഞയക്കാൻ. ഇതിലും ഭേദേ ആ വടക്കമ്മയിലേക്ക് പറഞ്ഞയക്കായിരുന്നു. മേലുദ്യോഗസ്ഥനെ ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത് കേട്ടാ. അങ്ങനെ ഒരു മണ്ടത്തരം ഞാൻ വിചാരിക്കില്ല കേട്ടാ. കാണാതായ പെണ്ണ് കാണേണ്ട കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരും. പുലിമുറ്റത്ത് ജോലിക്ക് ചെയ്യുന്ന പെണ്ണാണെന്ന് ഓർമ്മ വേണം. പുലിവാലി പിടിക്കാൻ വേറെ ഒന്നും വേണ്ട. പിന്നെ എടോ പിള്ളേ, ഈ പുലിമുറ്റത്തെ എന്ന് കേൾക്കുമ്പോ നിങ്ങൾക്കൊക്കെ മുട്ടുവിറക്കുന്നുണ്ടെങ്കിലേ ആ കുടുംബത്തിൽപ്പെട്ട ഒരാള് തന്നെയാണ് ഞാനും. അറിയാലോ, ഈ സണ്ണിയുടെയും അലക്സിയുടെയും അപ്പന്റെ അനിയന്റെ മകൻ എന്ന് വെച്ചാ അവർക്ക് ഞാൻ കൊച്ചച്ഛൻ. ഈ ചെറിയാൻ അല്ല ഞാൻ പറഞ്ഞു. മിണ്ടരുത്. ആ പാവം കൊച്ചന്തോണിച്ചേട്ടൻ വന്ന് സങ്കടം പറയുമ്പോ പള്ളി പോയി പറയണോ? ഈ സ്റ്റേഷന്റെ ചാർജുള്ള ASI ഞാൻ പറയണോ? ഈ സ്റ്റേഷന്റെ ചാർജുള്ള ASI ഞാൻ. മോള് കണ്ടവന്റെ കൂടെ ചാടിപ്പോയന് കുടുംബത്തെ പറഞ്ഞവരുടെ പേരിൽ പരാതി കൊടുക്കും അല്ലേടാ? നിന്റെ മോളിനി വരില്ല. നീ ഒന്ന് ചെന്ന് കണ്ടുപിടിക്കാം. അവന്റെ ഒരു പരാതി തൂക്കിയെടുത്ത് വണ്ടി കയറടാ. ഇങ്ങോട്ട് കേറ വണ്ടിയില്. ആരാ അന്തോണിക്ക് കൂട്ടുവരാനുള്ളത്? പറ. എല്ലാം നീ കൊണ്ടേക്കൊള്ളാം. ആ ലക്ഷ്യോടാ കളി. താനിവിടെ ഒരു കടലാസ് കഷ്ണം എഴുതി കൊടുത്തു വെച്ച് അലക്സിയുടെ ഒരു രോമത്തിനെ പോലെ ആരും തൊടുന്നു പേടിച്ചിട്ടല്ല. ഈ പോലീസ് സ്റ്റേഷനിൽ പുലിമുറ്റത്ത് അലക്സിയെ കുറിച്ചൊരു പരാതിയോ ഇടിച്ചു എന്റെ കരളി ഞാൻ തുപ്പിക്കും. ഇയാൾ വന്ന് പരാതി എടുക്ക്. അതങ്ങ് കേറി കളയടോ. തന്റെ മോള് വീട്ടിൽ താനുമായി പ്രശ്നമുണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിന്ന് ഈ കടലാസിൽ വൃത്തിയായിട്ട് എഴുതി കൊടുക്ക്. പിടിക്കണോ? പിടിക്കണോ? സാറന്മാരെ, എന്റെ മോളെ ഈ കൊച്ചൻ എന്തോ അപകടപ്പെടുത്തിയതാ. ഇസ്മയിലെ, ഇതെഴുതി ഈ തെണ്ടിയെ കൊണ്ട് ഒപ്പിടിപ്പിക്ക്. ഉത്തമ, ഈ പറഞ്ഞതൊന്നും എഴുതിയ മോനെ. എന്തേ വയ്യേ? നാട്ടുകാർക്ക് പരാതി എഴുതി കൊടുത്തും വക്കാലത്ത് പറഞ്ഞും തെക്ക് വടക്ക് നടക്കുന്ന നിന്നെ കൊണ്ടും വയ്യേ? ഉത്തമ, മോനെ, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പോറ്റി വളർത്തിയ പൊന്നുമോള. കുഞ്ഞിന്റെ പെറ്റമ്മയെ ഓർത്ത് ഇത് ചെയ്യരുത്. സർവ ഞാഞ്ഞോളിലും വിഷം വെച്ച് തുടങ്ങിയിരിക്കുന്നു. അശോക, അതിന് പാവപ്പെട്ട പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടോ. കാശും കഴിവും രാഷ്ട്രീയ സ്വാധീനവും ഗുണ്ടാ സംഘവും ഒക്കെ ഉള്ളവരല്ലേ ഈ പുലിമറ്റത്തുകാര്. കൊച്ചന്തോണി ചേട്ടന്റെ കണ്ണീര് വീണ സത്യം പറയാലോ, കൂട്ടു നിന്നവരൊക്കെ മുടിഞ്ഞു പോകത്തുള്ളൂ. വീരാനക്ക മുകളിലിരിക്കണ ദൈവം തമ്പുരാനെ കണ്ണില്ലായിരിക്കുവോ ഈ അലക്സിയൊക്കെ ഇങ്ങനെ കയറൂരി വിടാൻ? അല്ലോ, പടച്ച തമ്പുരാനേക്കാളും കരുത്തുള്ളവനാ അവന്റെ ഏട്ടൻ സണ്ണി. അനിയൻ എന്ത് തോന്നിയാസം കാണിച്ചാലും ഏട്ടനത് അന്തസ്സാ. വീരാനെ, അല്ല ദേ കൊച്ചന്തോണി ചേട്ടന്റെ മോളുടെ ശവം പുല്ലൂരാൻ ചോലയില് കണ്ടൂന്ന്. എന്റെ റോസിമോളുടെ പ്രായം ഉണ്ടാവും. തീർന്നു. ഒരു പട്ടി ചത്ത വില പോലും ഇല്ല. മതി 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 എല്ലാവരും ഇറങ്ങ.
ഇറങ്ങിയാ ഇന്ന് എന്താ ഓട്ടോറിക്ഷയിൽ ഒരു എഴുന്നള്ളിപ്പ്? അതിനും ഒരു സംഖ്യ മുടിപ്പിക്കോ? പോലീസുകാരുടെ പിള്ളേർക്ക് എന്തിനാ സാറേ കാശ്? രാവിലെ ബസ്സിൽ പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കിയപ്പോ അവർക്കൊരാഗ്രഹം വൈകുന്നേരം ഓട്ടോറിക്ഷയിൽ ഇങ്ങോട്ട് പോരണമെന്ന്. ഞാൻ ആ ജോസിന്റെ വണ്ടിയുടെ ചാവി ഇങ്ങോട്ട് വാങ്ങി. തരില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവന്റെ പേരിൽ പെറ്റി കേസ് 3. പിള്ളേരും ഹാപ്പി. അപ്പൊ നീയും ഹാപ്പി ആയിക്കോ. എന്നെ സാറേ വിശേഷം? ഇന്ന് ശമ്പള ദിവസല്ലേ? ഞാൻ ആ ബാക്കി പിരിവ് കൂടി നടത്തട്ടെ. ആ സാറന്മാരെ, മാസം 1-ാം തീയതിയാണ് ആ പിരിവുകളൊക്കെ ഇനി കിട്ടിയിരുന്നെങ്കിൽ. നീ നാളെ എന്റെ 100 രൂപ വെച്ചിട്ട് എന്ത് ചെയ്ത്? എന്റെ പിള്ള സാറേ, നമ്മള് തമ്മിലൊരു പിടിവലി എന്നാത്തിനാ? എന്താ ഇത്? ഉത്തമോ, ഓ മാസം തികയുമ്പോ അനക്ക് കൊള്ളാം. എന്നാ സാറേ ഞാൻ പെറുവോ? ഇവിടത്തെ പിരിവ് പോരാഞ്ഞ് കോട്ടയത്തിലത് വേറെ. ഈ പോലീസ് സ്റ്റേഷനിലെ പണിയൊക്കെ ആരെ കൊണ്ട് ചെയ്യാൻ സാധിക്കും സാറേ? ഇവിടത്തെ പണി പോരാഞ്ഞിട്ട് ക്വാർട്ടേഴ്സിലെ പണി, പിന്നെ നാട്ടിലെ പണി, ഇവിടത്തെ ജീപ്പ് ഓടിക്കണം, പാസ്പോർട്ട് എൻക്വയറിക്ക് പോകണം, പ്രതികളെയും കൊണ്ട് കോടതിയിൽ പോകണം. ഇനി ഏതെങ്കിലും പ്രതികളെ കിട്ടാതെ വന്ന പകരം ഞാൻ ഇതിനകത്ത് കയറി കിടക്കണ്ടേ സാറേ? ഓ, അതിനിപ്പോ നിനക്ക് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ലല്ലോ. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കേണ്ടി വന്നിട്ടില്ല. ട്രെയിനിങ്ങും അതിന്റെ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ട്രാൻസ്ഫറേ ഇല്ല. റിട്ടയർമെന്റും ഇല്ല സാറേ. സാറൊക്കെ ഒരു 55 കഴിയുമ്പോ തൊപ്പി ഊരി വെച്ച് വീട്ടിൽ പോയിരിക്കണ്ടേ? ഉത്തമം മരിക്കുന്നവരെ പോലീസാ. നീ താണ്ടാ പോലീസ്. അതെ സാർ, ആയുഷ്കാല പോലീസ്. ആ. സാറേ, ഒരു സംശയം കുറെ ദിവസമായിട്ട് ചോദിക്കണം വിചാരിച്ചിരിക്കുക. എന്തൊരു സാറിന്റെ ട്രെയിനിങ് ക്യാമ്പിൽ ഐജിക്ക് കണ്ണില്ലായിരുന്നല്ലേ? ആ? അല്ല, ഈ നീളത്തിലോരത്തിന് പോലീസിനെ എടുത്തോണ്ട് ചോദിച്ചാ. എടോ, അവനെ കണ്ടു പഠിക്കണം. ഇങ്ങനെ ഓടിപ്പാഞ്ഞു നടന്ന് മഞ്ചാടിക്കുന്നിന്റെ നിറയില് 5 സെന്റ് മണ്ണും അതിലൊരു പുരത്തറയും അവൻ സ്വന്തമാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. കാത്തിരിക്കാൻ മഞ്ചാടിക്കുരു പോലൊരു പെൺകുട്ടി. മുടി 2ആയി പിന്നിയിട്ടിരിക്കുന്നു, കയ്യില് 2 കറുത്ത വള, മഞ്ഞ ബ്ലൗസ്, മഞ്ഞ പുള്ളിപ്പാവാട, ഇത് മൊത്തത്തിൽ ഇട്ടിരിക്കുന്ന ഒരു കൊരങ്ങച്ചി. എന്റെ പാവാടയുടെ കളർ എങ്ങനെ മനസ്സിലായി? അതിന് നിനക്ക് ആകെ കൂടി 2 പാവാടയിലേ ഉള്ളൂ. അതിലൊന്നാ പാറപ്പുറത്ത് ഉണക്കിയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടതാ. പിന്നെ നീ ഇതല്ലേ ഇടൂ. നാട്ടുകാരിട്ട പേര് ശരിയാ, തെക്ക് വടക്കുന്ന്. പോയ വഴിയല്ലേ, പിന്നെ മഷിയിട്ട് നോക്കിയാലും കാണില്ല. എനിക്ക് അങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയും. എന്നാ പിന്നെ എന്നും അങ്ങോട്ടേക്ക് ഇറങ്ങിക്കൂടെ? ആ വാട്ടർ ടാങ്കിന്റെ മൂട്ടിൽ ഞാൻ രാത്രി ഒറ്റയ്ക്ക് കിടക്കണ്ടല്ലോ. അതെന്താ? ഇത് ഒരു 10-20 പവന്റെ ആഭരണവും ഒരു കാഞ്ചീപുരം പട്ടുസാരിയുമാ. ഒരു രസത്തിന് വാങ്ങിയതാ. കാണട്ടെ. എനിക്ക് അവിടെ പോലീസ് സ്റ്റേഷനിൽ നോട്ടടിക്കലാണല്ലോ ജോലി. നിനക്കൊരു പാവാടയ്ക്ക് തുണി വാങ്ങിയതാ. നിന്റെ കയ്യിലില്ലാത്ത കളറാ. ദാ ഒരു തറ അവിടെ കെട്ടി പകുതിയാക്കി ഇട്ടിട്ടുണ്ട്. ഈ ഇല്ലാത്ത കളർ ഒപ്പിക്കണ നേരം കൊണ്ട് 10 കല്ല് വാങ്ങിയാൽ അതായി. ഓ, തുടങ്ങി കാര്യം പറച്ചില്. കാപ്പി പറയട്ടമ്മേ, അത് കേൾക്കുമ്പോഴാ കാശ് മുതലാവുന്നത്. ഉണ്ണാനും കൊടുക്കാനും ഇല്ലെങ്കിലും വേണ്ടില്ല. കൂരപ്പുരയാണേലും ആ വീടിന്റെ പണി തീരണം. അശോകേട്ടനോട് അവകാശമുള്ള ഈ വീട്ടിൽ കഴിയുന്ന ഓരോ ദിവസവും തീയാണുള്ളില്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നേരത്തെ ഇവള് പറഞ്ഞതുപോലെ കെട്ടിമറച്ചതായാലും ഓലപ്പുരയായാലും വീട് പണി തീർക്കണം. എന്നിട്ടൊരു താലിച്ചേട്ട് കഴുത്തെ കെട്ടി ഇവളെയും കൊണ്ട് അങ്ങോട്ട് കയറുക. ആ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളു മോനെ അമ്മയ്ക്ക്. കിട്ടിയ കാശിന്ന് അനാവശ്യമായിട്ട് 1 രൂപ പോലും ഉത്തമേട്ടൻ ചെലവാക്കിയിട്ടില്ല. പിന്നെ ഇത് നിന്നെ ഇത്തിരി നിറത്തിലും ഭംഗിയിലൊക്കെ കാണണ്ടേ ഉത്തമേട്ടന്? ഈ ഭൂമിയിൽ സ്വന്തമെന്നും ബന്ധമെന്നൊക്കെ പറയാൻ എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. കൊതി തീരുവോളം സ്നേഹിക്കാനും കണ്ണു നിറച്ച് കാണാനും ഒക്കെ. ഈ നാമൊന്ന് നമുക്കൊന്ന് ആ പരിപാടി ഒന്നും നമ്മുടെ ജീവിതത്തിൽ പറ്റില്ല കേട്ടോ. വീട് നിറച്ച് മക്കള് വേണം. ചറു പറു ഒരു 5-8-10 മക്കള്. അത്രയും വേണോ? ആ, അത്രയും വേണം. ഈ തന്തയുടെ മക്കളല്ലേ, അധികം വേണ്ടി വരൂല. എന്റെ മക്കളുടെ എണ്ണം കുറച്ചാണ്ടല്ലോ. ആയിക്കോട്ടെപ്പാ, 5ഓ 10ഓ എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ. ആ, കൂടപ്പറപ്പുകൾ വേണം. നാളൊരു കാലത്ത് നമ്മളില്ലാണ്ടായാലും നമ്മുടെ മക്കൾ ഒറ്റയ്ക്കാവരുത്, എന്നെ പോലെ. ഒറ്റയ്ക്കോ? എന്റെ ഉത്തമേട്ടൻ ഒറ്റയ്ക്കല്ലല്ലോ. ഇപ്പല്ല, മനസ്സ് നിറച്ചും ജീവിതം നിറച്ചും ഇപ്പൊ നീ മാത്രമേ ഉള്ളൂ. അതെ, നമ്മളൊരു തുറന്ന സ്ഥലത്താ നിക്കണത്. ഈ തറയുടെ മുകളില് 4 ചുവരുണ്ടായിക്കോട്ടെ. എന്റെ കഴുത്തില് ഒരു താലി ചരടും. എന്നിട്ട്
വാ ഇറങ്ങ്. ഈ നശിച്ച മഞ്ചാടിക്കുന്നിന്റെ മണ്ടേന്ന് ഇതൊക്കെ വിറ്റുപെറുക്കി താഴേക്ക് ഇറങ്ങണം. വരട്ടെ. ആ വാളിയാ, ഇത് അളിയന്റെയും കൂടി വീടാ. വാ. എന്തേ രണ്ട് മനുഷ്യന്മാരോട് വന്ന് നിൽക്കണത് കണ്ടില്ലാന്നുണ്ടാ? കണ്ടു. ആ കാഴ്ച നല്ലോണം കണ്ണു നിറച്ച് കാണുമായിരുന്നു അമ്മ. ഓ, വല്ലവന്റെയും ജീപ്പ് ഓടിച്ച് അങ്ങാടി കഴിയുന്നൊരു മകന്റെ വരവിന് ഇത്രയും ഭംഗിയൊക്കെ കാണൂ. അവളെന്തേ? 2 ഗ്ലാസും കുറച്ച് വെള്ളം കൊടുക്കാൻ പറഞ്ഞേ. അവൾ ഉറങ്ങി. അവളങ്ങനെ ഉറങ്ങില്ലല്ലോ. ഓ, ഉറക്കി കാണും താരാട്ടൊക്കെ പാടി അമ്മ. എടി ഗൗരി, ഗൗരി. ഓ, വായിന്നെടുത്താന്ന് ഉണേ പറയൂ തള്ളയും മോളും. അനുസരണക്കേടിന് മുടി വളർന്നോളാം നീ. ഒരു ചവിട്ടിയാലുണ്ടല്ലോ. ആ തന്തിയില്ലാത്ത തെണ്ടി ഇന്നൂടെ വന്നു കാണൂലേ. എരന്നു തിന്നുന്നവനെ തുറന്നു തിന്നുന്നവനവൻ. അവന് തന്നെ കൂട്ടി കൊടുക്കണം മോളെ. അല്ലേ ദേ, ഇവൻ നല്ല തന്തയ്ക്ക് പറഞ്ഞവനാ. വണ്ടി ഓടിച്ച് അങ്ങാടിയിൽ അന്തസ്സായി ജീവിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഓണം കഴിഞ്ഞാൽ ഉടനെ ഇവരെ കല്യാണം നടത്തണം. അവളുടെ കല്യാണം നീയും ഇവനുമായിട്ട് അങ്ങ് തീരുമാനിച്ചാ പോരല്ലോ. കുഞ്ഞെ, വീട്ടിൽ കയറി വന്ന നിന്നോട് മര്യാദകേട് പറയാണെന്ന് വിചാരിക്കരുത്. ഇവരെ രണ്ടിനെയും പെറ്റ് വളർത്തിയത് ഞാനാണെങ്കിലും വേറൊരു തന്തയുടെ മോളാ അവള്. ഇന്ന് ഈ നേരം വരെ ആ കുട്ടിക്ക് ഒരു കരിവളയോ ഒരു കടലമുട്ടായോ ഇവന്റെ കൈകൊണ്ട് വാങ്ങി കൊടുത്തിട്ടില്ല. ഇവനൊരു ഏട്ടനാണെന്ന് എന്റെ മോക്കിട്ട് തോന്നിയിട്ടുമില്ല. കള്ളു കുടിക്കാൻ ഒരു കൂട്ടുകാരനെ കിട്ടാൻ വേണ്ടി പെങ്ങളെ കെട്ടിക്കാനായിട്ട് അവകാശവും ഇല്ല, അധികാരവും ഇല്ല. അതിന് ഞാനും അവളോട്ട് സമ്മതിക്കയില്ല. അശോക, നിന്നെ ഒരു ചുമടാക്കി വയറ്റി തന്നിട്ട് ഈ മഞ്ചാടിക്കുന്ന് ഇറങ്ങിപ്പോയതാ നിന്റെ തന്ത. അവിടെ നിന്ന് അങ്ങോട്ട് ദാ ഈ കൈ കൊണ്ട് കൊത്തിയും കളച്ചും വളർത്തിയതാ നിന്നെ ഞാൻ. പൂക്കൃത്തരവും ആണസം കാട്ടലും ഒക്കെ അങ്ങ് അങ്ങാടിയില്. നല്ല തഴമ്പുള്ള കയ്യായത്. മിണ്ടരുത് ഇവിടുന്ന്. ഒരു പെങ്കൊച്ചുണ്ടാകത്ത്, അതിനെ ഒരു കരയ്ക്ക് എത്തിക്കും വരെ ഒണ്ണം മുട്ടി ഉറങ്ങില്ല ഈ മാധവി. വേണ്ടി വന്ന കൊടുവാളെടുക്കാനും ഞാൻ മടിക്കില്ല. ഞാൻ പോട്ടെ അശോക. പോടാ ഇവിടുന്ന്. നീ അങ്ങനെ പോണ്ട. വേണ്ട, നീയും കൂടെ ചെല്ല്. ഓ, ആ തെണ്ടി കയറി വന്നിട്ട് നെളിപ്പാ ഇന്ന് തള്ളയ്ക്ക് നോക്കും. അതേടാ, അവൻ ഒരുത്തൻ കയറി വരാനുണ്ടെന്നുള്ള ധൈര്യത്തിൽ തന്നെയാ ഞാനും എന്റെ മോളും കഴിയുന്നത്. അവൻ പോലീസുകാരോടോ കള്ളന്മാരോടോ ആരോടെ എഴുന്നേറ്റായാലും ഇവിടെ എത്തിച്ചേരുന്ന ഉപ്പും മുളകും അരിയും വേവിച്ച നിനക്കും വിളമ്പി തരുന്നത്. ഉരുട്ടി വിഴുങ്ങാൻ ഓയേ.